ഹായ് അനുജ. അനുജ, എനിക്ക് തോന്നുന്നത് അനുജ ഇപ്പം നമ്മൾ കുറേ അവതാര പുലികളിൽ കണ്ടു. അപ്പോൾ യഥാർത്ഥം നേരത്തെ ഒരു പ്രേക്ഷകൻ ചോദിച്ച ചോദ്യം തീർച്ചയായിട്ടും അത് അനുജയ്ക്കായിരിക്കും കൂടുതൽ ബാധകമെന്ന് എനിക്ക് തോന്നി. അതായത് നിങ്ങൾ എത്രമാത്രം പ്രിപ്പയർ ചെയ്തിട്ടാണ് പ്രേക്ഷകർ വിചാരിക്കുന്നത് നമ്മൾ ശരിക്കും ചാടിക്കറി ഫ്ലോറിൽ വരുന്നു, നമ്മൾ ചിരിക്കുന്നു, സംസാരിക്കുന്നു, കൈയും കാലും ഇട്ട് അനക്കുന്നു. ഞാനാണെങ്കിൽ അങ്ങനെ അത്യാവശ്യം ഗുഡ് ഡാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ആളുകൾ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഉള്ളുകൊണ്ട് സീരിയസ് അല്ലേ എന്ന് അവർക്ക് സംശയം തോന്നാം. അപ്പോൾ അങ്ങനെ സംശയിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തായിരിക്കും അനൂജ രാജേഷ് എന്ന വാർത്താ അവതാരക പറയാൻ പോകുന്നു? തീർച്ചയായിട്ടും നമ്മൾ ഈ ന്യൂസ് എന്താണ് എന്നുള്ളത് ഐഡിയ ഇല്ലാതെ അവിടെ പോയി നിൽക്കരുത് എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള പക്ഷം. അപ്പോൾ എല്ലാ സംഭവങ്ങളെ കുറിച്ചും അപ് ടു ഡേറ്റ് ആയിട്ട് മാത്രമേ. നിൽക്കുന്നവർ അങ്ങോട്ട് പക്ഷം പിടിക്കുന്നവരാണോ? എങ്ങനെ, എനിക്ക് മനസ്സിലായില്ല. അതായത് അതേ പക്ഷക്കാരാണോ ഇവർ രണ്ടുപേരും? ഗോപികൃഷ്ണൻ അവിടെ നിൽക്കുന്നു, ഇവിടെ ഹാഷ്മി താജ് ഇബ്രാഹിം. അതെ, അതല്ലാതെ നമുക്ക് ഈ ഓണയറിൽ നിൽക്കുക എന്ന് പറയുമ്പോൾ സാർ, അത് ഈ എന്താണ് വിഷയം എന്താണെന്ന് അറിയാതെ നമ്മൾ ഓണയറിൽ പോയി നിന്നാൽ നമ്മൾ പൊളിഞ്ഞു പോകും. അപ്പോൾ ഒരു കാരണവശാലും അതിന് തന്നെ ആയിരിക്കണം പ്രാധാന്യം, നമ്മൾ എന്ത് പറയുന്നു എന്നുള്ളത്. ഇത്രയധികം ബുള്ളറ്റിനുകൾ വായിച്ചു തള്ളിയ ഒരാളാണ്. എത്രയോ ബുള്ളറ്റിനുകൾ, എന്തെല്ലാം രാഷ്ട്രീയ പ്രശ്നങ്ങൾ, എന്തെല്ലാം ദുരന്തങ്ങൾ, അതെല്ലാം വായിച്ച് തള്ളിയ ഒരാളാണ്. അങ്ങനെ തള്ളിയ ആൾ, ഇപ്പം തള്ളെന്ന് വെച്ചാൽ വേറെ അർത്ഥമാണ്, ഇപ്പം നമ്മളത് വായിച്ച് തീർത്തു എന്നുള്ള അർത്ഥത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെന്ന നിലയിൽ ഇപ്പോഴും വാർത്താ മുറിയിലേക്ക് കയറി കഴിഞ്ഞാൽ ഒരു അവതാരക എന്നുള്ള നിലയിൽ നേരിയ ഒരു ടെൻഷൻ്റെ കാറ്റ് ഉള്ളിൽ വീശുവോ? ടെൻഷനല്ല, പക്ഷെ നമ്മളൊന്ന് ജാഗ്രതയോടെയാണ് അങ്ങോട്ടേ, ഒരു കരുതൽ ഉണ്ടാകും. അല്ല, ടെൻഷൻ അങ്ങനെ അത്ര ഫീൽ ചെയ്യാറില്ല. അങ്ങനെയാണ് അനുജയുടെ ഒരു ചോദ്യമുണ്ട്, വിചാരണ. അപ്പോൾ പ്ലേ പ്രേക്ഷകരാണ്. എൻ്റെ പേര് രാജലക്ഷ്മി, ഞാൻ തൃശ്ശൂരിൽ നിന്നാണ്. എൻ്റെ ചോദ്യം അനുജയോടാണ്. വിഷ്വൽ മീഡിയയുടെ ആദ്യ കാലഘട്ടം തൊട്ട് തന്നെ ഈ ഫീൽഡിലുള്ള ആളാണല്ലോ അനുജ. അപ്പോൾ ആദ്യ കാലഘട്ടത്തിലത്തെ വാർത്താവതരണത്തിൽ നിന്നും ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് വരുന്ന സമയത്ത് ആ അവതരണ ശൈലിയിലുള്ള മാറ്റങ്ങൾ, സാങ്കേതികപരമായ മാറ്റങ്ങൾ, അതിനെല്ലാം എങ്ങനെ കാണുന്നു? അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? പറയൂ അനുജ. അതെ, ഒരുപാട് മാറിയിട്ടുണ്ടോ എന്നുള്ളത് ഒരു സംശയമില്ല. കാരണം ഞാൻ, എന്നെ സംബന്ധിച്ച് എൻ്റെ കരിയറിൽ ഞാൻ ഒരുപാട് സന്തോഷത്തോടെ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, പല ഫേസസിലൂടെ എനിക്ക് കടന്നു പോകാൻ പറ്റി എന്നുള്ളതാണ് സ്കാൻ. കാരണം ഈ തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഇരുന്ന് വായിക്കുന്നു, നമ്മൾ മുൻപിലുള്ള പ്രോംപ്റ്ററിൽ ഉള്ളതിൽ നിന്ന് ഒരു വാക്ക് പോലും കൂടുതൽ പറയരുത് എന്നുള്ള കൃത്യമായ ഇൻസ്ട്രക്ഷനോടെയാണ്. ഒരു മൂവ്മെൻറ്റ് പോലും പാടില്ല, സാറിനറിയാമല്ലോ. അപ്പോൾ ചെറിയൊരു മൂവ്മെൻറ്റ് വന്നാൽ അപ്പോൾ ചോദിക്കുക എന്താണ് സംഭവിച്ചത്, അങ്ങനെ അത്രയും നമ്മൾ എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടി വരും. അങ്ങനെ ഒരു ഇതിൽ നിന്ന് മാറി പിന്നീട് ഇപ്പോൾ ഒരു റിപ്പോർട്ടർ ലൈവ് പോലും ഉണ്ടായിരുന്നില്ല അന്ന്. ടെലിയൊക്കെ വളരെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. ഈ സെപ്റ്റംബർ 11 അറ്റാക്ക് അത് വരുന്ന സമയത്ത് ഏഷ്യാനെറ്റിൽ ഞാനൊക്കെ ഉണ്ടായിരുന്നു, വേണുവൊക്കെ ഉണ്ടായിരുന്ന സമയമാണ്. പക്ഷേ ഇന്നാണെങ്കിൽ അത് എത്രയോ ദിവസങ്ങളോളം നീളുന്ന ചർച്ചയും ഒക്കെ ആയി മാറുന്നു. പക്ഷെ അന്നത് ഒരു വാർത്തയായി ജസ്റ്റ് അതങ്ങനെ പോയി. അന്നത്തെ ഒരു തീർച്ചയായും ഇന്നിപ്പോ അതാണ്. അപ്പൊ അതൊക്കെ കഴിഞ്ഞപ്പോ അതിനുശേഷം റിപ്പോർട്ടർമാരുടെ ലൈവായി മാറി. പിന്നെ അത് മാറി ഇപ്പോ എന്തിലേക്കൊക്കെയാണ് നമ്മളുടെ അവതരണ രീതി തന്നെ മാറി. സാറ് കൊണ്ടുവന്ന 24-ലൂടെ കൊണ്ടുവന്ന ഒട്ടേറെ പരിഷ്കാരങ്ങളുണ്ട്. അപ്പൊ ആ തരത്തിൽ ഇതിന്റെ ഏറ്റവും അവസാനത്തെ ഒരു, എനിക്ക് തോന്നുന്നു ഇനി ഇതിനപ്പുറത്തേക്ക് എന്തോന്ന് എനിക്കറിയാം. സാറ് തന്നെ അല്ലല്ല, ഇനി മാറാനുണ്ട്. എനിക്ക് പിന്നാലെ വരുന്ന ഒരു തലമുറ, നമ്മൾ ചില ആൾക്കാർ അവരുടെ ബാർ അഴിക്കാൻ സാറ് കൊണ്ടുവന്നതിനപ്പുറത്തേക്ക് വേറെ ബാർ അഴിക്കാനുള്ള യോഗ്യതയില്ല. സാർ ഇപ്പൊ കൊണ്ടുവന്ന് നിർത്തിയതിനപ്പുറത്തേക്ക് ഇപ്പൊ ഒരു ചാനലിൽ ഒന്നും കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. അല്ല, അത് പറ്റും. നമ്മൾ ആ ആളിനെ കാത്തിരിക്കുക, നമ്മൾ രംഗമിടാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ആള്, അയാൾക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുക.